എല്ലാവർക്കും സ്നേഹവന്ദനം. വിശ്വാസം നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുമോ? ദൈവത്തിലുള്ള വിശ്വാസം നമുക്കത് പഠിച്ച് അതിൽ മുന്നേറാൻ കഴിയുമോ? എങ്ങനെയായിരിക്കും നമുക്ക് വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയുന്നത്? എല്ലാവരുടെ ഉള്ളിൽ ആഗ്രഹമാണ് ആത്മീയതയിൽ വളരുക, വിശ്വാസത്തിൽ വളരുക എന്നുള്ളത്. ഞാനൊരു ചെറിയ കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു കുഞ്ഞു പൈതലും അവളുടെ പിതാവും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. ആ യാത്രയിൽ ഇവർക്കൊരു ചെറിയ നദി അല്ലെങ്കിൽ ഒരു ചെറിയ തോട് കടക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അത് കടക്കണമെങ്കിൽ വലിയ പാലമൊന്നുമില്ല. ഒരു മരത്തിൻ്റെ തടിയാണ് പാലത്തിനായി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കരുതുക. ആ കുട്ടി ആ വെള്ളത്തിൻ്റെ ഒഴുക്കും അതിൻ്റെ ആഴവും അല്ലെങ്കിൽ ആ ഒരു തടിയും തനിക്ക് നടക്കാനുള്ള ആ സ്പേസ് ഇല്ലെന്ന് അറിഞ്ഞ ആ പൈതൽ പിതാവിനോട് ഒരുപക്ഷെ പറയും, എനിക്ക് ഭയമാണ് അങ്ങോട്ട് കടക്കാൻ, എനിക്ക് പേടിയാണ്. ഉടനെ അവളുടെ പിതാവ്, അവിടെ അപ്പൻ അവളോട് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എൻ്റെ കയ്യിൽ പിടിച്ചോളൂ, നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടി ആ പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ച് ആ പാലം കടന്ന് ആ തോട് കുറുകെ കടക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഈ കുട്ടിക്ക് അക്കരെ കടക്കാൻ വലിയ ഭയമായിരുന്നല്ലോ. എന്തായിരിക്കും അവിടെ ആ ഭയത്തെ മറികടന്നത്? അവളുടെ പിതാവിൻ്റെ കൈ പിടിച്ചാൽ താൻ സുരക്ഷിതമായി അക്കരെ ചെല്ലുമെന്ന് അവളുടെ ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ അവൾ അതിന് സമ്മതിച്ച് അക്കരെ കടന്നത്. നമ്മളുമൊക്കെ കുഞ്ഞിലെ നമ്മുടെ പിതാക്കന്മാരുടെ, നമ്മുടെ അമ്മയുടെയൊക്കെ കരം പിടിച്ച് ഇതുപോലെ പല ഭീതിപ്പെടുത്തുന്ന പല അനുഭവങ്ങളിലൂടെയും നമ്മളും നടന്നു പോയിട്ടുള്ളവരാണ്. എന്തായിരിക്കും നിങ്ങളെ അങ്ങനെ നടത്തിയത്? നിങ്ങളുടെ ഉള്ളിലൊരു ബോധ്യമല്ലേ, എൻ്റെ അപ്പൻ്റെ കയ്യെ പിടിച്ചാൽ, എൻ്റെ അമ്മയുടെ കയ്യെ പിടിച്ചാൽ എനിക്കൊരു പ്രശ്നവുമില്ലാതെ ഞാൻ അക്കരെ എത്തുമെന്നുള്ളൊരു ഉറപ്പില്ലേ നിങ്ങൾക്ക്? അതല്ലേ വിശ്വാസം? ഒരു ചോദ്യം, ഈ കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിരുന്നു ഇങ്ങനൊരു പാലം കടക്കാൻ നിൻ്റെ അപ്പനെ വിശ്വസിക്കണം, അല്ലെ അപ്പനിലുള്ള വിശ്വാസം നിനക്കുണ്ടാകണമെന്ന് ഈ കുട്ടിയെ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിച്ചിരുന്നോ? പിന്നെ ഇവരുടെ ഉള്ളിൽ എങ്ങനെയാണ് ഈ വിശ്വാസം വന്നത്? അത് ഞാൻ പറഞ്ഞു തരാം. ഇവൾ ജനിച്ചപ്പോൾ മുതൽ ഇവിടെ അപ്പനെ കാണുന്നവളാണ്. തൻ്റെ അപ്പൻ്റെ കരുതലും തൻ്റെ അപ്പൻ്റെ സ്നേഹവും ഇവൾ അറിഞ്ഞവളാണ്. അവൾക്കറിയാം തൻ്റെ അപ്പൻ ഇവളെ താഴേക്ക് വിടുകയില്ല. അവൾ അനുഭവിച്ച് കാണും, ഒരുപക്ഷെ പാലത്തിലൂടെ നടന്നപ്പോൾ തൻ്റെ കാലൊന്ന് സ്ലിപ്പായപ്പോൾ തൻ്റെ കരത്തിൽ പിടിച്ചിരുന്ന അപ്പൻ്റെ കൈ ഒന്ന് മുറുകിയത്. ദൈവത്തിന് മഹത്വം. ഞാൻ സ്വർഗീയ പിതാവിനെ കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളൊന്ന് അറിഞ്ഞാൽ മതി. അതാ വിശ്വാസം. ഇന്ന് വരെ നടത്തിയില്ലേ വീഴാതെ? ഇത് മതിയെന്നേ വിശ്വാസത്തിന്. കൂടുതൽ അറിവല്ല വിശ്വാസത്തിന് മുഖാന്തരമാകുന്നത്, നമ്മുടെ അനുഭവങ്ങളാണ്. കൃപയിൽ വളരുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആ പിതാവ് നിങ്ങളോട് കൂടെയുണ്ട്. ആ പിതാവിലുള്ള വിശ്വാസവും നിങ്ങൾക്കുണ്ട്. ദൈവത്തിന് സകല മഹത്വം.